ബൽറാം നിങ്ങളോട് കൂടി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, അതിന്റെ മറുപടിയിൽ ഏറ്റവും ഒടുവിലത്തെ വരിയിൽ പറയുന്നു, ദ ഗവൺമെന്റ് കണ്ടിന്യൂസ് ടു ക്ലോസ്ലി മോണിറ്റർ ഡെവലപ്മെന്റ്സ് ടു എൻഷുർ ദ ക്രെഡിബിലിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ ടെലിവിഷൻ ഓഡിയൻസ് മെഷർമെന്റ് സിസ്റ്റം. തൊട്ടുമുകളിൽ വിത്ത് എ വ്യൂ ടു ഫർദർ സ്ട്രെങ്തൻ ദ ഇന്റഗ്രിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഓഫ് ദ റേറ്റിംഗ് എക്കോസിസ്റ്റം ദ ഗവൺമെന്റ് ഇഷ്യൂ ഡ്രാഫ്റ്റ് അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഈ പരാതിയിൽ ഈ ആരോപണം അതിൽ കേസെടുക്കൽ, DGPയോട് റിപ്പോർട്ട് തേടൽ എന്നതിനപ്പുറം ഇതിലുണ്ടാകുന്ന ഗുരുതരമായ വിശ്വാസ്യതാ പ്രശ്നങ്ങളെ കേന്ദ്ര സർക്കാർ അർഹിക്കുന്ന ഗൗരവത്തിൽ അഡ്രസ് ചെയ്യാൻ പോകുന്നു, അഡ്രസ് ചെയ്തു തുടങ്ങി എന്ന് തന്നെയാണ് ഈ മറുപടിയുള്ള അർത്ഥം. ബൽറാം, ഹഷ്മി, തീർച്ചയായും ഈ ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പ് സംബന്ധിച്ചുള്ള 24-ന്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു എന്നും അതിനെ തുടർന്നുള്ള നടപടികൾ അത് സംസ്ഥാന DGPയിൽ നിന്നും ഈ വിഷയത്തിൽ രജിസ്റ്റർ ചെയ്ത FIR, അതിലെ ഈ FIRൽ നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ അടക്കമുള്ള വിശദാംശങ്ങൾ തേടിയതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിക്കുന്നുണ്ട് പാർലമെന്റിൽ ലോക്സഭയിൽ നൽകിയ മറുപടിയിൽ. ഇതോടൊപ്പം തന്നെ ഈ ബാർക്കിന്റെ വിശ്വാസ്യത, അതിന്റെ സുതാര്യത അത് ഉറപ്പാക്കുന്നതിനായി സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും ഈ മറുപടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ റേറ്റിംഗിന്റെ സമഗ്രതയും സുതാര്യതയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി പൊതുജനാഭിപ്രായത്തിൽ സർക്കാർ നേരത്തെ തന്നെ ഒരു നയമാർഗനിർദ്ദേശങ്ങളുടെ കരട് ഭേദഗതി പുറപ്പെടുവിച്ചിരിക്കുന്നു എന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ന്യായമായ മത്സരം പ്രോത്സാഹിപ്പിക്കുന്നതിന് റേറ്റിംഗ് ഡാറ്റയുടെ കൃത്യതയും പ്രാതിനിധ്യവും വർദ്ധിപ്പിക്കാനും ഇത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാധ്യമ ഉപഭോഗം ഇതിലൂടെയുള്ള രീതികൾ ഉൾപ്പെടെ പ്രതിഫലിക്കുന്ന തരത്തിൽ ഈ റേറ്റിംഗ് അത് സുതാര്യമായി അതിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്നും ഈ ടെലിവിഷൻ പ്രേക്ഷകരുടെ റേറ്റിംഗ് സംവിധാനം, അതിൻ്റെ അളവെടുപ്പ് സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയും സമഗ്രതയും ഉറപ്പാക്കുന്നതിനായി സർക്കാർ ഈ സാഹചര്യങ്ങൾ അതിസൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ് എന്നുമാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഒഴിവാക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാകും എന്നുകൂടി സർക്കാർ വ്യക്തമാക്കുകയാണ്. അതിനായി ആവശ്യമായ തുടർ നടപടികൾ ഈ മാർഗനിർദ്ദേശങ്ങൾക്കൊപ്പം തന്നെ ഭേദഗതികളും സർക്കാർ കൊണ്ടുവരാൻ എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഈ മറുപടിയിൽ വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ സൂക്ഷ്മമായി തന്നെ സർക്കാർ നിരീക്ഷിച്ചു വരുന്നുണ്ട് എന്നുള്ളത് അറിയിക്കുന്നു. ഒപ്പം തന്നെയാണ് ഇത്തരത്തിൽ ഈ ബാർക്കിംഗ് റേറ്റിംഗ് തട്ടിപ്പ് സംബന്ധിച്ചുള്ള 24 വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഇതിലെ അന്വേഷണം സ്വമേധയാ തന്നെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നടത്തുകയും ഇത് സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്ത FIR, അതിൻ്റെ വിശദാംശങ്ങൾ, അന്വേഷണ വിശദാംശങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയിക്കാൻ സംസ്ഥാന DGPക്ക് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ബാർക്ക് ഈ വിഷയത്തിൽ ഒരു ഓഡിറ്റിംഗ്, ഫോറൻസിക് ഓഡിറ്റിംഗിന് ഉത്തരവിട്ടതായി ബാർക്ക് തന്നെ പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. സുതാര്യത ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകുമെന്നും ഈ വിഷയത്തിൽ അന്വേഷണത്തിന് ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നും ബാർക്ക് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കൂടി ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം. ഹഷ്മി, ദിലീപ്, ചില ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന കാര്യം അൺഒഫീഷ്യലി അറിയുമ്പോൾ തന്നെ പ്രേംനാഥിന്റെ ചങ്ങലയും വലിയ ഈ വിഷ്യ സർക്കിൾ അല്ലെങ്കിൽ ഈ വഞ്ചനയുടെ സർക്കിൾ, ഈ കോക്കസ്, അത് ഏത് അളവിൽ ഏത് എക്സ്റ്റെൻഡിൽ എത്രത്തോളം ഉയരത്തിലുണ്ട് എന്ന കാര്യം നമുക്ക് ഇപ്പോഴും അവ്യക്തമാണ്. പക്ഷേ നമ്മൾ കൊടുത്ത പരാതിയിൽ ക്രിപ്റ്റോ കറൻസിയിലടക്കം കള്ളപ്പണത്തിലടക്കം വളരെ കൃത്യമായ ചില ക്രൂഷ്യൽ തെളിവുകൾ അടക്കമാണ് പോലീസിന് സമർപ്പിച്ചത്. അതിൽ അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട്, തുടരുന്നുമുണ്ട്. അപ്പോൾ വളരെ വിശദമായ റിപ്പോർട്ട് ആണോ കേന്ദ്രത്തിന് DGP കൊടുക്കേണ്ടി വരിക, അതോ ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയ വളരെ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാകുമോ ദിലീപ്? ഹാഷ്മി, വിശദ റിപ്പോർട്ട് തന്നെ കേന്ദ്ര സർക്കാരിന് സംസ്ഥാന DGP സമർപ്പിക്കണം. ഇക്കാര്യത്തിൽ കേന്ദ്രമന്ത്രി എൽ മുരുകൻ അറിയിച്ചിരിക്കുന്നതും FIRൽ എന്തു നടപടി സ്വീകരിച്ചു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അതുൾപ്പെടുത്തിയായിരിക്കണം ഈ റിപ്പോർട്ട് എന്നാണ് കേന്ദ്രമന്ത്രി എൽ മുരുകൻ ലോക്സഭയെ അറിയിച്ചിരിക്കുന്നത്. ഈ ചാനൽ ഉടമകൾ നേരത്തെ തന്നെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളും തട്ടിപ്പുകാരുമായിരുന്നു എന്ന കാര്യം കൂടി K. സുധാകരനും അതോടൊപ്പം തന്നെ ഡീൻ കുര്യാക്കോസും ലോക്സഭയിൽ ഈ ചോദ്യമായി തന്നെ ഉന്നയിച്ചിരുന്നതാണ്. കേന്ദ്ര സർക്കാരിനോട് ഈ കാര്യം ഉന്നയിച്ചിരുന്നതാണ്. അക്കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ചോദിച്ചിരുന്നതാണ്. ഏതായാലും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട 24 വാർത്ത കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തിലാണ് കാണുന്നത് എന്ന്
കേന്ദ്രമന്ത്രി എൽ മുരുകൻ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളിലെല്ലാം തുടർ നടപടി. ലാൻഡിംഗ് പേജ് ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ നടത്തുക, വലിയ പണം നൽകിക്കൊണ്ട് ലാൻഡിംഗ് പേജുകളിലൂടെ കൃത്രിമമായി പ്രേക്ഷകരെ സമ്പാദിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ടെലിവിഷൻ റേറ്റിംഗ് നിശ്ചയിക്കുന്നതിൽ ഈ ലാൻഡിംഗ് പേജ് ഒഴിവാക്കിക്കൊണ്ടുള്ള അത്തരം ഭേദഗതിക്ക് പോലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. അതും കേന്ദ്രമന്ത്രി എൽ മുരുകൻ അറിയിച്ചിട്ടുണ്ട്. വിദഗ്ധ അഭിപ്രായത്തിനായി ഇപ്പോൾ ഈ വിഷയം, ഈ ലാൻഡിംഗ് പേജ് ഒഴിവാക്കിക്കൊണ്ടുള്ള റേറ്റിംഗ് നിർണയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിദഗ്ധ സമിതിയുടെ പരിഗണനയിലാണ്. ഉടൻ തന്നെ അത് നിയമ ഭേദഗതിയായി, ചട്ട ഭേദഗതിയായി വരികയും ചെയ്യും. ഏതായാലും വലിയൊരു തട്ടിപ്പാണ് 24 നവംബർ 27 പുറത്തു കൊണ്ടുവന്നത്. അത് കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തോടുകൂടി, കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയം എടുത്തിരിക്കുകയാണ്. സംസ്ഥാന DGP റവാഡ ചന്ദ്രശേഖരോട് വിശദമായ റിപ്പോർട്ട് നൽകണം എന്നാവശ്യപ്പെട്ടതായി ലോക്സഭയിൽ, പാർലമെന്റിൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ രേഖാമൂലം അറിയിച്ചിരിക്കുകയാണ്. ബൽറാം ഡൽഹിയിൽ തുടരുന്നു. ബൽറാം, ഇവിടെ ബാർക്ക് എന്ന് പറയുന്നതിലെ സാങ്കേതികത്വം പ്രേക്ഷകർക്ക് എത്രത്തോളം നേർക്കുനേർ ബാധിക്കുന്ന കാര്യമാണെന്ന് അറിയില്ല. പക്ഷേ ഇത് ഇപ്പോൾ നേരത്തെ ഉള്ളതുപോലെയല്ല. ബാർക്ക് എന്താണെന്നും അതിൻ്റെ രീതികൾ എന്താണെന്നും പ്രേക്ഷകർക്ക് അറിയുകയും ചെയ്യാം. ഇവിടെ പ്രശ്നം, ഇത് മാർക്കറ്റിൻ്റെ കറൻസിയാണ്, ഇത് പരസ്യം പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കറൻസിയാണ്. അതിൽ ഉടായ്പ കാണിച്ച് ഈ പറയുന്ന റേറ്റിംഗിൽ വലിയ റേറ്റിംഗ് ഉണ്ടെന്ന് കാണിച്ച് മാർക്കറ്റ് ഷെയർ തട്ടിയെടുക്കുക എന്ന് പറയുന്നത് കൊടും വഞ്ചന കൂടിയാണ്. അപ്പോൾ അതിൽ ആ ഒരു മാനം കൂടിയുണ്ട്. നമ്മൾ കൊടുക്കുന്ന പരാതിയിൽ, അതിൽ പോലീസ് എടുക്കുന്ന നടപടിയിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ പതിയുമ്പോൾ തന്നെ അതിൽ ഏതൊക്കെ രീതിയിൽ ബാർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ മീറ്റർ ഇരിക്കുന്ന വീടുകളിൽ പോയി സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന ആരോപണങ്ങൾക്കൊക്കെ മറുപടി, അല്ലെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്ന തരത്തിലേക്ക് ഗൈഡ് ലൈൻസുകൾ മാറ്റാൻ പോകുന്നു എന്ന് നേരത്തെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്ഥിരീകരണം കൂടിയും ഈ ചോദ്യത്തിൽ കൊടുക്കുന്ന മറുപടിയിൽ പറയുന്നുണ്ട് കേന്ദ്രം. എൽ മുരുകൻ, ബൽറാം. ഹഷ്മി, തീർച്ചയായും ഇന്ത്യയിൽ ഈ ചാനൽ വ്യവസായം എന്നുള്ളത് ഏതാണ്ട് 470-ലേറെ ചാനലുകൾ, പ്രാദേശിക വാർത്താ ഭാഷകളിൽ ഉൾപ്പെടെയുള്ള വാർത്താ ചാനലുകൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യവസായവും വലിയ ഒരു വ്യവസായം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇത് ഒട്ടേറെ ആളുകൾ ഈ മേഖലയെ ആശ്രയിക്കുന്നവരുണ്ട്. ഒപ്പം തന്നെ മറ്റ് സമൂഹത്തെ നേരിട്ട് തന്നെ ബാധിക്കുന്ന, സമൂഹത്തെ സ്പർശിക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിലും അത്യന്തം ഗൗരവത്തോടു കൂടിയാണ് ഈ മേഖലയിലെ റേറ്റിംഗ്, ടെലിവിഷൻ റേറ്റിംഗ് അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗിൽ തട്ടിപ്പ് നടത്തുന്നു എന്നുള്ള റിപ്പോർട്ട് അത് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണ ഗൗരവം ഉൾക്കൊണ്ടു തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണത്തിന് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു തുടർ നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രാഥമികമായി തന്നെ ഈ വിഷയത്തിൽ, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ DGPയിൽ നിന്നും തേടിയിരിക്കുകയാണ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. അതിന് ശേഷമായിരിക്കും ഈ വിഷയത്തിലുള്ള തുടർന്നുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. ഈ മേഖലയുടെ പ്രത്യേകിച്ച് ചാനൽ റേറ്റിംഗ് അടക്കമുള്ള വിഷയത്തിൽ ഈ സംവിധാനത്തിൻ്റെ സുതാര്യത, അതിൻ്റെ സമഗ്രതയും ഉറപ്പാക്കാനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യമായ ഭേദഗതികൾ ബൽറാം നെടുങ്ങാടി, ബി ദിലീപ് കുമാർ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു. ബാർക്കിലെ ആർത്തിക്കാരനായ ഉദ്യോഗസ്ഥനെ പിടിക്കുക, ആ ഉദ്യോഗസ്ഥന് പണം കൊടുക്കുക, കോടികൾ കൊടുക്കുക, അയാളെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അയാളെയും അയാളുടെ ഈ വഞ്ചകന്മാരുടെ കോക്കസിനെ ഉപയോഗിച്ചുകൊണ്ട് മാനിപ്പുലേഷൻ നടത്തുക, അസത്യം കാണിക്കുക, വ്യാജം കാണിക്കുക, മാനിപ്പുലേഷൻ നടത്തുക തുടങ്ങിയ നീക്കങ്ങൾക്ക് അധികമായില്ല എന്നാണ് കേന്ദ്ര ഇടപെടൽ തെളിയിക്കുന്നത്. ഓപ്പറേഷൻ സത്യ ബിഗ് ഇംപാക്ട്, സത്യം ജയിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.